സ്കിപ്പ് ചെയ്യരുത്. ഇവർ ഏറ്റവും ഡേഞ്ചറായ ആളുകളാണ് നമ്മുടെ ഫിറ്റ്നസ് ഫീൽഡിൽ. കാരണം എന്താ വെച്ചാൽ ഓരോ മണ്ടത്തരങ്ങൾ പബ്ലിക്കായിട്ട് ഒരു ഉളുപ്പില്ലാതെ പബ്ലിക്കായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ഇവരെ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു 1ാം ക്ലാസ് വിദ്യാർത്ഥിൻ്റെ നോളജ് പോലും ഇവർക്ക് ഫിറ്റ്നസിനെ കുറിച്ച് ന്യൂട്രീഷനെ കുറിച്ച് ഇല്ല. ഇത് പറയാൻ കാരണം ഇവരെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കും. അതിന് ഉത്തരം നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മൾ കഴിക്കുന്ന ചോറ്, പുട്ട്, ചപ്പാത്തി, ദോശ, അപ്പം, ഇഡ്ഡലി, ഇതിനെയാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം എന്ന് പറയുന്നത്. ഒരുപാട് ഡോക്ടേഴ്സും ന്യൂട്രീഷനിസ്റ്റും ഒരുപാട് പേർ ഈ കാർബോഹൈഡ്രേറ്റിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെന്തോ സത്യം പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം എസെൻഷ്യൽ ന്യൂട്രിയൻ്റേ അല്ല. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് എനർജി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും എനർജി കൺവേർട്ട് ചെയ്യാൻ ബോഡിക്ക് കഴിവുണ്ട്. ഇതാർക്കും മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ലൊരു ഡോക്ടർ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ മനോജ് ജോൺസൺ. പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പുള്ളിക്കാരൻ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ആവശ്യമില്ല. കാർബോഹൈഡ്രേറ്റ്സ് അല്ല പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. നമ്മൾ റെഡ് ബ്ലഡ് സെൽസിന് വേണ്ടിയാണെങ്കിലും ബ്രെയിൻ ഫംഗ്ഷന് വേണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടിയത് ഗ്ലൂക്കോസ് ആണ്, അല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് അല്ല. നമുക്ക് ഗ്ലൂക്കോസ് വേറെ ഫാറ്റിൽ നിന്നായാലും പ്രോട്ടീൻസ് ആയാലും നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിനും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇസ് പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്നൊക്കെ പറഞ്ഞ് വലിയ കാർബോഹൈഡ്രേറ്റ്സിന് ടോപ്പിലിട്ട് വെക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഇസ് എ നോൺ എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻറ്റ്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഒരിക്കൽ കാർബോഹൈഡ്രേറ്റ്സ് എസെൻഷ്യൽ അല്ല, ഗ്ലൂക്കോസ് എസെൻഷ്യൽ ആണ്. ഞാൻ പുള്ളിക്കാരൻ കമന്റ് ബോക്സ് പോയിട്ട് കമന്റ് കാർബ്സ് എസെൻഷ്യൽ ആണെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറയണേ നീ ചോദ്യം വളച്ചൊടിക്കല്ലേ, കാർബ്സ് എസെൻഷ്യൽ അല്ല ഗ്ലൂക്കോസ് എസെൻഷ്യൽ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതെല്ലാം എത്ര ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്ലൂക്കോസ് ആണ് എസെൻഷ്യൽ. ഇവർ പറയുന്നത് ഗ്ലൂക്കോസ് വേറെ കാർബോഹൈഡ്രേറ്റ് വേറെ, ഗ്ലൂക്കോസ് അല്ല കാർബോഹൈഡ്രേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഡോക്ടേഴ്സിനും നമുക്കൊക്കെ തെറ്റുപറ്റി എന്ന് നമ്മൾ സമ്മതിക്കാം. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു തന്നാൽ നമ്മുടെ ശരീരത്തിന് 2 കാറ്റഗറി ന്യൂട്രീഷനാണ് വേണ്ടത്, അഥവാ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. ഇതിൽ ടോട്ടലി നമുക്ക് 6 ടൈപ്പ് ന്യൂട്രിയൻസ് ഉള്ളത്. ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്. ഇത് മാക്രോ ന്യൂട്രിയൻസ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ, മിനറൽസ്, വാട്ടർ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഗ്ലൂക്കോസ് എന്നത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പിലല്ലെങ്കിൽ പ്രോട്ടീനിലാണോ, അല്ലെങ്കിൽ ഫാറ്റിലാണോ, മിനറൽസിലാണോ, വൈറ്റമിൻസിലാണോ, വാട്ടറിലാണോ? ഗ്ലൂക്കോസ് എന്നത് ഏത് ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്? ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ പറയാനേ പാടില്ല. കാരണം കാർബോഹൈഡ്രേറ്റ് വേറെ, ഗ്ലൂക്കോസ് വേറെ. നമുക്ക് വേണ്ടിയത് ഗ്ലൂക്കോസ് ആണ്, അല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് അല്ല. ഈ ഗ്ലൂക്കോസ് എന്നത് ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ പെടുത്തിയത്? അത് ഏത് കണ്ടൻ്റാണ്? പ്രോട്ടീനാണോ, ഫാറ്റാണോ, അല്ലെങ്കിൽ വൈറ്റമിൻ, മിനറൽസ് ആണോ? ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരിക്കലും നിങ്ങൾ പറയരുത് കേട്ടോ ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാർബോഹൈഡ്രേറ്റ് ആവും എസെൻഷ്യൽ. നോൺ എസെൻഷ്യൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി ഉൽപ്പാദനം നടത്തുന്ന ഒരു വസ്തു നമ്മൾ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല എന്നതിനാണ് നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത്. അതിന് മുന്നേ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ തരാം. ഈ ഗ്ലൂക്കോസ് എന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെയാണ് ആളുകൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ആപ്പിൾ ഒരു ഫ്രൂട്ട്സ് ആണ്, അഥവാ ആപ്പിൾ ഒരു ഫ്രൂട്ട്സ് അല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആപ്പിൾ ഒരു ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ചില ആളുകൾ പറയാം ആപ്പിൾ ഒരു ഫ്രൂട്ട്സ് അല്ല, ആപ്പിളാണ്. അതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റ് അല്ല പറയുന്നതിൽ അർത്ഥമില്ല. ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും വേറെ ആയിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫ്രൂട്ട്സും ആപ്പിളും വേറെ പറയാൻ പറ്റുമോ? ഇല്ല. ഫ്രൂട്ട്സിൽ പെട്ടതാണ് ആപ്പിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൽ പെട്ടതാണ് ഗ്ലൂക്കോസ്. ഇനി ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ, അഥവാ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അഥവാ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഫാറ്റും പ്രോട്ടീനും നമ്മുടെ ലിവറിൽ നിന്ന് ഗ്ലൂക്കോനിയോജനസിസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദനം നടത്തും. ഭക്ഷണം കഴിക്കാതെ തന്നെ, കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ തന്നെ നമ്മുടെ ലിവർ ഒരു കാർബോഹൈഡ്രേറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കണം എന്നില്ല, അഥവാ നോൺ എസെൻഷ്യൽ നിർബന്ധമായി കഴിക്കണം എന്നില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോഡിക്ക് ആവശ്യമില്ല എന്നതല്ല. ബോഡി ഉൽപ്പാദനം നടത്തും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് കാർബോഹൈഡ്രേറ്റ്. ഒരു വ്യക്തി നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി. ഗ്ലൂക്കോസിനെ കീപ്പ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. അഥവാ നിങ്ങളുടെ ബോഡിയിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നതാണ്.
ഇനി നിങ്ങൾ പഠിച്ച കാർബോഹൈഡ്രേറ്റും നിങ്ങൾ പഠിച്ച ഗ്ലൂക്കോസും എന്താണ്, ഏത് കാറ്റഗറിയിലാണ് ഒന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കണേ. ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അവരോട് പബ്ലിക്കായിട്ട് പറയാൻ പറയും ഗ്ലൂക്കോസ് ഏത് കാറ്റഗറിയിലാണ് പെട്ടത്. ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് ഇന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നിങ്ങൾ പറഞ്ഞ ഗ്ലൂക്കോസ് വേറെ, കാർബോഹൈഡ്രേറ്റ് വേറെ. ഓക്കെ.